നല്ല വെയിലാണ് കണ്ട. ഇത് നല്ലൊരു ചെടി കാണിച്ചത് ആർക്കെല്ലാം ഇത് അറിയൽ നോക്കണതാ ഉണ്ടാ. നല്ല മണമുള്ളൊരു ചെടിയായത്. കാട് അമ്മേനെ നാരിക്കാട് എന്ന് പറയും, വേറെ എന്നാ പേരെന്നറിയില്ല. ഇതുണ്ടല്ലോ പണ്ടെല്ലാം എല്ലാം കാട് ഇതാണ്ടാവും വഴി റോഡ് സൈഡിനും എല്ലാം കാട്. ഇപ്പം ഇതെല്ലാം നശിച്ചു പോയി, എല്ലായിടത്തൊന്നും ഇല്ല. ഇവിടെ തന്നെ ഇല്ല. ഇതാണ്ട ഇതുണ്ടല്ലോ നമുക്ക് കണ്ടത്തിലെല്ലാം പോയിട്ട് വന്നാൽ പുഴു കാലും കയ്യെല്ലാം ഇങ്ങനെ പുഴു തിന്നലെന്ന് പറയില്ലേ, കാലിൻ്റെ വിരലിനെല്ലാം ഇങ്ങനെ പുഴുവരിക്കൽ. അതിന് ഏറ്റവും നല്ല മരുന്ന്. പണ്ട് മുതലേ നമ്മൾ ഇതാണ് പറിച്ച് തുരക്കും. നല്ല കറയുണ്ടാവും. ഇത് കാലിന് നിറച്ച് വിരലിനും കാലിൻ്റെ അടിക്കെല്ലാം ഇങ്ങനെ തിന്ന് പകുതിയാക്കിയിട്ടുണ്ടാകും. തൊലിയൊന്നും ഉണ്ടാവുകയില്ല. കൈക്കും പൊരിക്കാനെല്ലാം പോയാൽ ഈ കൈയുടെ ഉള്ളിലൊന്നും തൊലി ഉണ്ടാവില്ല. എല്ലാം തിന്നിട്ട് ഒന്നും ഉണ്ടാവില്ല. ഈ കുയിനകവും ഇതെല്ലാം ഇപ്പോൾ ശരിയായതാണ്. ഉണ്ടല്ലേ ഇതാ എൻ്റെ നഖമെല്ലാം കണ്ടില്ലേ, ഇതെല്ലാം ശരിയായി. കൈക്കെല്ലാം ഇതാ ഈ വിരലിന് ഇപ്പോൾ ഉണ്ടത്ര ഇതാണ്ടല്ലേ ഇതാ ഈ വിരലിന് പണ്ടത്തെ കുയിനകം ഉണ്ടല്ലോ, അതാ ചാണം വാരിയിട്ടും ഇപ്പോൾ ഉണ്ട്. ഇതിനെല്ലാം ഉണ്ടല്ലോ. ഇത് കാലിന് മാത്രമേ ഇത് തേക്കൂല, കൈക്കൊന്നും തേക്കൂല. ഇത് കാലിനത് തേച്ചാണ്ടല്ലോ പിന്നെ പുഴുവൊന്നുമില്ല. നല്ല വേദനയെല്ലാം വരുമ്പോൾ ഇതങ്ങ് തേച്ചിട്ട് പോകും. കണ്ടത്തിലെല്ലാം പുല്ലരിയാനും കണ്ടത്തിലെല്ലാം ഇപ്പോഴും വെള്ളത്തിലല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു മരുന്ന്. എല്ലാവർക്കും അറിയുമെന്നറിയില്ല. ഇപ്പോൾ ഇതൊന്നും ആർക്കും വേണ്ടല്ലോ. ആരാന്ന് ചളി ചവിട്ടുന്ന ആൾ കുറവല്ലേ. ഇപ്പോൾ ഇതൊന്നും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. മരുന്നുണ്ടാവുമല്ലോ. അതാണ് ഇതെല്ലാം. ഇവിടെയെല്ലാം ഇതുണ്ട്. ഇതാ പിന്നെ ഇതാണ് പൊന്നാങ്കണ്ണി. ഇതാണ്ട പൊന്നാങ്കണ്ണി ഇവിടെയെല്ലാം ഉണ്ട്. കാട് നിറഞ്ഞു വരുമത്തല്ലതാ. ഇപ്പം വൃത്തിയാക്കിയതാണ് എല്ലാം. പിന്നെ ഇന്നലത്തെ ഒരു ചീര ഞാൻ കാണിച്ചു തരാം. അതാ ചീരക്കാട്. ഇതെല്ലാം ഇതാത് ഇതാണത് ഞാൻ പറഞ്ഞത്. ഇത് നല്ല രസമാണ്. ഇത് വറുത്താൽ കുറച്ചേ വേണ്ടു. ഇത് ഞാൻ ഇന്നലെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെനിക്ക് ഇന്നലെ കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. ഇങ്ങോട്ട് ഇറങ്ങണ്ടേ. ഉണ്ടല്ലേ, ഇതാണ് ആ സാധനം. ഇതാ ഇനി കുറച്ച് പൂത്ത് കഴിഞ്ഞാൽ ഒരു വെള്ള പൂവുണ്ടാവും. ഇതിന് നല്ല കമ്മൽ പോലത്തെ ഒരു പൂവുണ്ടാവും. ഇതധികം കഴിച്ചുകൂടാ. ഞാനിപ്പോൾ ഇത് ആക്കിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ചീര എല്ലാം കിട്ടീന്. സുന്ദരി ചീര എല്ലാം ഉണ്ടായിന്. അതിലെല്ലാം നടന്നിട്ട് 2 സാമ്പാർ ചീരയുടെ തണ്ടും ഇതും 2 തണ്ടെടുത്ത് അങ്ങനെ എല്ലാം കൂടെ ഒരു ചെറിയൊരു വറവ് അത്രയല്ലേ വേണ്ടു. നമുക്ക് 2-3 ആക്കല്ലേ, അത്രയല്ലേ വേണ്ടു. അതുകൊണ്ട് ഞാനത് ആക്കിയില്ല. കാണിച്ചു തരാം. അത് ആക്കിയിട്ടുണ്ട്. ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്താ കണ്ടില്ലേ. ഇതാണ് നമ്മളെ ആ ചീര. ഇങ്ങനെ പേരെന്തെങ്കിലും ഉണ്ടാവും, ശാസ്ത്രീയമായിട്ടുള്ള പേരെല്ലാം നമുക്കപ്പോൾ അതൊന്നും അറിയില്ലല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ സാധനം. ഇത് നല്ല തോരനും ഇതെല്ലാം ആക്കിയാൽ നല്ല കളറാണ്. ചീരയേക്കാളും നല്ല കളറാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ വറുത്ത് നോക്കണം. കുറച്ച് മതി. ഒറ്റെന്തെങ്കിലും ഇലയിലൊന്നും വെച്ചാൽ ഇട്ടിട്ട് അങ്ങ് വറുത്താൽ മതി. അത് നല്ല രുചിയാണ്. ഇതാ സാമ്പാർ ചീര ഇവിടെയെല്ലാം ഉണ്ട്. വേണ്ട മറ്റെല്ലാം മഴ വന്നങ്ങ് നശിച്ചു. ഇവിടെ കുറച്ച് ഉയരമുള്ളതുകൊണ്ട് ഇതെല്ലാം ഉണ്ട്. ഇത് ആ കാട് കണ്ടോ. ഇതെല്ലാം ഇപ്പോഴേ കളഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നും അറിയൂടെ. നിറച്ചാണ് ചേനയുണ്ട്. അവിടെ ഇതൊന്നും തനിയെ മുളച്ച് കിളക്കാത്ത തനിയെ മുളച്ചതാണ്. ഉണ്ടല്ലേ. കീഴാർനെല്ലി കണ്ടിട്ട് എല്ലാവർക്കും ഇതറിയില്ലേ. അതാ കീഴാർനെല്ലി. എല്ലാം കാട് പോലെ ഉണ്ട്. ഇതിലിടെ നെരുവസ്ഥന്. ഇതാണ് കീഴാർനെല്ലി. ഉണ്ടല്ലേ. നല്ല മരുന്നല്ലേ ഇത്. ഉണ്ട്.